ഹായ് ഓൾ, വെൽക്കം ടു അമേസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. RRB ജെയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിന്റെ വിവരങ്ങൾ പറയാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. RRB ജെഇ വേക്കൻസി ഡീറ്റെയിൽസിന്റെ ഒക്കെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി അതിന്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നതല്ല, സൈറ്റിലൊന്നും വന്നിട്ടില്ല. പക്ഷേ അവരുടെ ഒരു എന്താ പറയുക, മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് അയച്ചിട്ടുള്ള ഒരു ലെറ്ററിന്റെ ഒരു കോപ്പിയാണ്. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആ ഒരു ലെറ്റർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും, ജൂനിയർ എഞ്ചിനീയേഴ്സ് സേഫ്റ്റി ആൻഡ് നോൺ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 7346 ഒരു ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസി അല്ല, 7346 വേക്കൻസിയോളം ഈ ജെഇ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ബോത്ത് സേഫ്റ്റി ആൻഡ് നോൺ സേഫ്റ്റി. കൂടാതെ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട്, അതായത് DMS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അറൗണ്ട് 398 വേക്കൻസീസ് പറയുന്നുണ്ട്. അതുപോലെ CMA കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് 150 വേക്കൻസിയാണ്. ടോട്ടൽ ഏകദേശം 7911 7911 വേക്കൻസീസോളമാണ് ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഈ സോൺ വൈസ് തിരിച്ച് നോക്കാറുണ്ടല്ലേ, പ്രത്യേകിച്ചും ഈ ജൂനിയർ എഞ്ചിനീയർ സേഫ്റ്റി കാറ്റഗറിയിലെ ഒരു സോണലായിട്ടുള്ള നമ്പർ ഓഫ് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും ഈ കേരളൈറ്റ്സ് കൂടുതൽ നോക്കാറുള്ളത് തീർച്ചയായിട്ടും സദേൺ റീജിയൻ ആണ്. അതായത് നമ്മുടെ ചെന്നൈ, അതുപോലെ ട്രിവാൻഡ്രം, ഈ ഒരു രണ്ട് ഭാഗങ്ങൾ വരുന്ന ചെന്നൈയിൽ ഏകദേശം 431 വേക്കൻസിയാണ്. കൂടാതെ ട്രിവാൻഡ്രത്ത് 121 വേക്കൻസി ഉണ്ട്. രണ്ടും കൂടെ ഈ സദേൺ റീജിയനിൽ, സദേൺ സോണിൽ ഏകദേശം രണ്ടും കൂടെ 552 വേക്കൻസിയാണുള്ളത്. അതായത് ചെന്നൈ ഏകദേശം ഒരു ഹ്യൂജ് എമൗണ്ട് 430 പ്ലസ് ട്രിവാൻഡ്രത്തിൽ വരുന്ന ഒരു 121 വേക്കൻസി, രണ്ടും കൂടെ ഏകദേശം 552 വേക്കൻസീസാണ് സദേൺ സോണിലുള്ളത്. കൂടാതെ നമ്മൾ പിന്നെ നോക്കുന്നതാണ് ബാംഗ്ലൂർ. നമ്മൾ അത്യാവശ്യം നോക്കാറുള്ള ഒരു റീജിയനാണ് സദേൺ സൗത്ത് വെസ്റ്റേൺ സോണ്. അവിടെയും ഏകദേശം ഒരു 343 വേക്കൻസീസ് സൗത്ത് വെസ്റ്റേൺ സോണിലും പറയുന്നുണ്ട് ഈ ഒരു ഡീറ്റെയിൽസ് പ്രകാരം. ഓക്കെ, അപ്പോൾ ഇത്രയും അത്യാവശ്യം ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റാണ് ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇനി കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മാസങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ RRB ജെഇ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കോഴ്സുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അമേസ് അക്കാഡമിയുടെ. നമുക്കറിയാലോ, ഈ RRB ജെഇ യൂഷ്വലി 2 ടയറിലാണ് എക്സാം നടക്കാറുള്ളത്, CBT1 ആൻഡ് CBT2. CBT1 കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ പേപ്പറാണ്. CBT2 നമ്മുടെ ടെക്നിക്കൽ പോർഷൻസ്, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് CBT2 സെക്കൻഡ് പേപ്പറിലാണ് ചോദിക്കാറുള്ളത്. സോ ആദ്യത്തെ പേപ്പർ കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ക്ലൂസീവ്ലി SSC ജെഇ RRB ജെഇ എക്സാമുകൾക്ക് പൊതുവെ നോൺ ടെക്നിക്കൽ ആവശ്യമായതുകൊണ്ട് തന്നെ അമേസ് അക്കാഡമിയുടെ എക്സ്ക്ലൂസീവ് നോൺ ടെക്നിക്കൽ കോഴ്സ് അവൈലബിൾ ആണ്. നമുക്കത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ വെബ്സൈറ്റിൽ നിന്നും എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ URL കാണാൻ പറ്റും, theameseacademy.com സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ നേരെ കയറുന്നു. എന്നിട്ട് നമുക്കിവിടെ മേലെ ടോപ്പ് റൈറ്റ് കോർണറിൽ സൈൻ ഇൻ ഓർ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സ് വരുന്നത് എസെൻഷ്യൽ കോഴ്സിൻ്റെ അകത്താണ്. അപ്പം ലോഗിൻ എസെൻഷ്യൽ കോഴ്സ് ചൂസ് ചെയ്യണം. അവിടെ ഒരു ORG കോഡ് ചോദിക്കും. ORG കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് സെക്യൂർലി. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിൽ വരുന്ന OTP വെരിഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് OTP വെരിഫൈ ചെയ്ത് നമ്മുടെ കോഴ്സിൻ്റെ അകത്തേക്ക്, നമ്മുടെ ഇതൊരു വെബ്സൈറ്റിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. ശേഷം നമുക്ക് ആവശ്യമുള്ള കോഴ്സ് ഇവിടെ ആദ്യം തന്നെ മേലെ നിങ്ങൾക്ക് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവാം. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് SSC RRB ജെഇ നോൺ ടെക്നിക്കൽ കോഴ്സിനെ പറ്റിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഇവിടെ മേലെ കുറേ ഓപ്ഷൻസ് കാണാം. SSC ജെഇ RRB ജെഇ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സാമുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SSC ജെഇ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നേരെ പോകുന്നത് SSC ജെഇ RRB ജെഇക്ക് വേണ്ടി സ്പെഷ്യലി നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നോൺ ടെക്നിക്കൽ കോഴ്സിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓവർവ്യൂ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ RRB ജെഇ എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് കറണ്ട് അഫയേഴ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഏകദേശം നമ്മൾ ഇപ്പം 2024 ഏപ്രിൽ വരെ ഉള്ളത് പക്ക നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടന്റ് കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സിലേക്ക് വരുന്ന സമയത്ത് പൊളിറ്റിക്സ്, ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, കെമിസ്ട്രി, ഫിസിക്സ്, അങ്ങനെ ഈ ഒരു എക്സാമിന് ചോദിക്കാവുന്ന മാക്സിമം ഏരിയാസിൽ നിന്നുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ അകത്ത് അവൈലബിൾ ആണ്.
ഒപ്പം RRB-JEE യൂഷ്വലി SSC-JEE നിന്ന് വ്യത്യസ്തമായിട്ട് RRB-JEE യൂഷ്വലി എടുത്ത് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിൻ്റെയും അപ്ഡേറ്റഡ് ക്ലാസ്സസ് ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓരോ ചാപ്റ്റേഴ്സിൻ്റെ അകത്തും അതിൻ്റെ തിയറി പ്ലസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് മേജർ ടോപ്പിക്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ റീസണിങ്ങിൻ്റെ വീഡിയോസും അവൈലബിൾ ആണ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. കൂടാതെ മോക്ക് ടെസ്റ്റ് സീരീസും എല്ലാം ഈ ഒരു കോഴ്സിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു നോൺ ടെക്നിക്കൽ എക്സ്ക്ലൂസീവ് കോഴ്സിൻ്റെ പ്രത്യേകത. ഇനി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ തൊട്ട് മുമ്പ് നടന്ന RRB-JEE എക്സാമിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേപ്പർ കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആയിരുന്നു, പിന്നെ വന്നതാണ് ടെക്നിക്കൽ. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ CBT 1 കഴിഞ്ഞ് CBT 2 വളരെയധികം ഒരു ഗ്യാപ്പ് ഉണ്ടാവാറില്ല. പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ പേപ്പർ 2 ഉണ്ടാവാറുണ്ട്. ഒരുപാട് സമയം നമുക്ക് പ്രിപ്പറേഷന് കിട്ടിക്കോളണം എന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ്ലി RRB-JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് പാരലലി എന്തും കൂടെ നോക്കാം. നമുക്ക് നമ്മുടെ ടെക്നിക്കൽ, അതായത് സിവിൽ റിലേറ്റഡ് കാര്യങ്ങളും കൂടെ ഇപ്പോഴേ പഠിച്ചു പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് അത്രയും സമയം ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനും കൂടുതൽ കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സമയം ഇനിയിപ്പോൾ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ RRB-JEE സീരിയസ് ആയിട്ട് നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്റർ എന്ത് ചെയ്യുക, പാരലലി നോൺ ടെക്നിക്കൽ പ്ലസ് ടെക്നിക്കലും കൂടെ പോകുന്നതാണ് ബെറ്റർ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സിവിൽ പോർഷൻസും കൂടെ നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ്, അതായത് നമുക്ക് ഈ നോൺ ടെക്നിക്കൽ പ്ലസ് സിവിലിൻ്റെ പോർഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് കോഴ്സ് വേറെയും അവൈലബിൾ ആണ്. അതും നമുക്ക് നോക്കാം. നിങ്ങൾ സ്റ്റോറിൻ്റെ അകത്ത് വന്നിട്ട് RRB-JEE സെലക്ട് ചെയ്യുന്ന സമയത്ത് SSC-JEE RRB-JEE വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് കോഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതും നമുക്ക് ഇതേപോലെ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം. ഒരു ഫോൾഡർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്, SSC-JEE RRB-JEE വേണ്ടി മാത്രമുള്ള നോൺ ടെക്നിക്കൽ കോഴ്സാണ് ഒരു ഫോൾഡർ. മറ്റൊരു ഫോൾഡറിൻ്റെ അകത്ത് സിവിൽ ഫുൾ സിലബസ് ക്ലാസ്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമിന് ആവശ്യമായിട്ടുള്ള ഡിപ്ലോമ ലെവലാണെങ്കിൽ ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ അതിൻ്റെ മേലെ കൺസെപ്റ്റ് വരുന്ന ക്ലാസ്സസ് ഈ ഒരു കോഴ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് സിവിൽ പ്ലസ് എന്തും വരും, നോൺ ടെക്നിക്കലും കൂടെ വരുന്ന കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു എക്സാമിന് സീരിയസ് ആയിട്ട് നോക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സും യൂസ്ഫുൾ ആക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സിവിൽ ഫുൾ സിലബസ് കോഴ്സ് നോക്കുന്ന സമയത്ത് ചാപ്റ്റർ വൈസ് സബ്ജക്ട് വൈസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, കോൺക്രീറ്റ് ടെക്നോളജി, RCC, മെക്കാനിക്സ്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ഫോൾഡേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നിമി ടെക്സ്റ്റിൻ്റെ PDFs ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുപോലെ റിവിഷൻ സീരീസ് PDF നോട്ടുകൾ, നമ്മുടെ റാങ്ക് ഫയൽ എല്ലാം ഈ ഒരു കോഴ്സിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ സബ്ജക്ട് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു എക്സാമിന് ആവശ്യമായിട്ടുള്ള സിവിൽ പോർഷൻസ് പ്ലസ് നോൺ ടെക്നിക്കൽ പോർഷൻസ് ഈ ഒരു കംപ്ലീറ്റ് പാക്കേജിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ RRB-JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഗൈഡായിട്ട് ഈ 2 കോഴ്സുകളും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇനി വരുന്ന മാസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാം. നമ്മൾ കണ്ടല്ലോ, ഏകദേശം 7000-ലധികം, കൃത്യമായിട്ട് പറഞ്ഞാൽ 7346 വേക്കൻസി JEE പോസ്റ്റിലുള്ള അത്രയും ഹ്യൂജ് നമ്പർ ഓഫ് ആളുകൾ എഴുതുന്ന അത്രയും ആളുകൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇപ്പോഴേ നിങ്ങളുടെ ഒരു ഒരു പ്ലാൻ അനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് കടക്കുക. നല്ല സീരിയസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ടെക്നിക്കൽ പ്ലസ് നോൺ ടെക്നിക്കൽ ഇപ്പോൾ നോക്കി എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ ആദ്യം ഏത് കവർ ചെയ്യണം, അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, RRB-JEE വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് അതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള CBT 1 അതെങ്ങനെ പാസ്സാകണം, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി അടുത്ത സ്റ്റേജും ക്ലിയർ ചെയ്ത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഡ്രീം ജോബായിട്ടുള്ള നമ്മുടെ RRB-JEE എങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ബേസിക്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് കരുതപ്പെടുന്ന CBT 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനായ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സുകൾ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ നമ്മളെ പ്രധാനപ്പെട്ട പോർഷൻസ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ നോൺ ടെക്നിക്കൽ പോസ്റ്റുകളും അല്ലെങ്കിൽ നോൺ ടെക്നിക്കലായിട്ട് വരുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ തന്നെ അതെങ്ങനെ പ്രിപ്പറേഷൻ ചെയ്ത് ഏത് സ്ട്രാറ്റജിയോട് കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഇതെങ്ങനെ അടിച്ചെടുക്കാം അല്ലെങ്കിൽ നേടിയെടുക്കാം, അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോൺ ടെക്നിക്കലിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം അറിഞ്ഞു വെച്ചിരിക്കുകയാണ്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. ഈ രണ്ടിലും നമുക്ക് എന്തുണ്ട്, നോൺ ടെക്നിക്കൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ CBT 1 വരുന്ന നോൺ ടെക്നിക്കൽസിനാണ് നമുക്ക് ഏറ്റവും കൂടുതലും പ്രാധാന്യമുള്ളത്.
അല്ലേ? കാരണം CBT 1 എന്ന് പറയുന്നത് ഫുൾ പോർഷൻസും നോൺ ടെക്നിക്കലാണ്. അതായത് ടെക്നിക്കൽ പോർഷൻസ് ഒന്നും ഇൻക്ലൂഡ് ആകാതെ നോൺ ടെക്നിക്കൽ പോർഷൻസ് മാത്രം വരുന്ന ഒരു സെക്ഷനാണ് CBT 1. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് എന്ന് പറയുന്നത് മാത്സ് 30 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ഈ 30 ക്വസ്റ്റ്യൻസ് നമുക്കുള്ളത് പോലെ തന്നെ അതിന് ഓരോന്നിനും ഓരോ മാർക്കും ഉണ്ട്, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ 30 മാർക്ക് 100 മാർക്കിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും നല്ല ടോപ്പിക്കാണ് മാത്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അതിൽ തന്നെ രണ്ടാമത് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റീസണിങ്സ് ആണ്. അതിനെ നമ്മൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ റീസണിങ് എന്ന് പറഞ്ഞ അടുത്തൊരു ടോപ്പിക് ഉണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു 25 ക്വസ്റ്റ്യൻസോളം വരുന്നുണ്ട്, അല്ലേ? നെക്സ്റ്റ് വരുന്ന ഒരു പോർഷനാണ് റീസണിങ്ങും കഴിഞ്ഞ് മാത്സും കഴിഞ്ഞ് ജനറൽ സയൻസ് എന്ന് പറഞ്ഞ പോർഷൻ. അപ്പം ഈ ജനറൽ സയൻസ് എന്ന് പറഞ്ഞ പോർഷനിലോ അതിലും ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഏകദേശം എത്രയായി? 60ഉം 25ഉം കൂടെ ആയപ്പോൾ 85 ക്വസ്റ്റ്യനും 85 മാർക്കും നേടിക്കഴിഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് അടുത്ത ഒരു സെക്ഷനെ ലാസ്റ്റ് ഇട്ടതെന്നുള്ള നമുക്ക് റീസൺ നമുക്കിപ്പോൾ പറയാം, നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. 4ാമത് വരുന്നത് ജനറൽ അവെയർനെസ് GA ആണ്. അത് നമുക്ക് 15 ക്വസ്റ്റ്യൻ 15 മാർക്കിന്. ഇതിലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട പോർഷനാണ് മാത്സിലെ 30 ക്വസ്റ്റ്യനും 30 മാർക്കും, റീസണിങ്ങിലെ 25 ക്വസ്റ്റ്യനും 25 മാർക്കും, ജനറൽ സയൻസിലെ 30 ക്വസ്റ്റ്യനും 30 മാർക്കും. എന്തുകൊണ്ട് അതിനെ ലാസ്റ്റ് പോർഷനായ നമ്മുടെ ജനറൽ അവെയർനെസ്സിനെ ലാസ്റ്റിലേക്ക് തന്നെ പിന്തള്ളപ്പെട്ടു? അതിന് 15 മാർക്ക് ഉള്ളത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതൊരു വാസ്റ്റ് സിലബസ് ആണ്. അത് നമുക്ക് അതിനകത്ത് മുങ്ങി ഇറങ്ങി വരുമ്പം നമുക്ക് 15 ക്വസ്റ്റ്യൻസിൽ ഫുള്ളും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചാൻസ് വളരെ കുറവാണ്. അതിന് 15 ക്വസ്റ്റ്യൻ നമുക്ക് നേടാൻ പറ്റില്ല. പക്ഷേ ബാലൻസ് വരുന്ന ഈ 3 കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ സ്കോർ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റും, അല്ലേ? 30 + 30 + 25 85 മാർക്കിന് 85 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി അത് മൊത്തം സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. ജനറൽ അവെയർനെസ്സിലെ 15 ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കരുത് എന്നല്ല, അത് പഠിച്ചാലും 15 ക്വസ്റ്റ്യൻ അച്ചീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞ ഒരു പോർഷനുണ്ട്. അപ്പോൾ കറണ്ട് അഫെയർസ് അത് മാത്രമല്ല മാർക്ക് വളരെ കുറവാണ്. അപ്പോൾ ആ സെക്ഷൻസിന് നിങ്ങൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്പം ഒന്ന് പിറകിലേക്ക് വലിക്കാം എന്നും പറഞ്ഞ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. ബാക്കി പോർഷൻസിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ നോൺ ടെക്നിക്കൽ പോർഷൻസ് നമുക്ക് ഈസി ആയിട്ട് കവറേജ് ചെയ്യാൻ പറ്റും നമ്മുടെ എക്സാമിന് മുമ്പ്. അപ്പം നമ്മുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ജൂലൈ, സെപ്റ്റംബർ, ഓഗസ്റ്റ് അല്ലെങ്കിൽ ഈ 3 മാസങ്ങൾക്കിടയിൽ തന്നെ നമുക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസങ്ങൾക്കിടയിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്ന് വേണമെങ്കിലും വരാം. പക്ഷേ വരുന്നതിന് ശേഷം പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് നല്ലത് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പോർഷൻസ് നോക്കി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ റിവൈസ് ചെയ്തങ്ങ് വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതാണോ പാടുള്ളത് അത് എന്ത് ചെയ്യുക? കൂടുതൽ സമയം കണ്ടെത്തുക. അപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്തരങ്ങളാണ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യം, ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫ്, ഏതാണ് എളുപ്പം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇതിനെ അപ്ലൈ ചെയ്യാൻ പോകുന്ന എല്ലാ ആസ്പിറൻസും വ്യത്യസ്തമായ ആൻസറേഴ്സ് ആയിരിക്കും പറയുന്നത്, അല്ലേ? ചിലർക്ക് മാത്സ് എളുപ്പമാണ്, ചിലർക്ക് റീസണിങ് എളുപ്പമാണ്, ചിലർക്ക് ജനറൽ സയൻസ് എളുപ്പമാണ്, അങ്ങനെ പല അഭിപ്രായങ്ങൾ വരും. പക്ഷേ ഈ പറഞ്ഞ എല്ലാ പോർഷൻസും നമ്മുടെ 85 മാർക്ക് മേടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ 85 മാർക്കും ഫുൾ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഈ പോർഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും നിങ്ങൾ എവിടെയോ കേട്ട് മറന്നതുമായിട്ടുള്ള പോർഷൻസ് ആണ്, അല്ലേ? ഇതിനകത്ത് ജനറൽ സയൻസ് എന്ന് പറഞ്ഞത് പഠിക്കാൻ നമ്മുടെ 10th വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം റെഫർ ചെയ്താൽ മതി. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് കിടപ്പുണ്ട്. പിന്നെ കുറച്ച് പബ്ലിക്കേഷൻസും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ, കുറച്ച് ഹാൻഡ് ടെക്സ്റ്റുകൾ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള 30 മാർക്ക് അടിപൊളിയായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും, അല്ലേ? അങ്ങനെ നോക്കുമ്പം ഈ ജനറൽ സയൻസ് എന്ന് പറഞ്ഞ 30 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് മാറ്റി വെച്ചൂടെ? അപ്പം അത് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം അത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മുടെ മനസ്സിൽ ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഉത്തരം വരും. ഓൾറെഡി നമുക്ക് അറിയാമെങ്കിൽ ജനറൽ സയൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ് ഒരു ടെക്നിക്കൽ എക്സാം എഴുതാൻ പോകുന്ന ഏതൊരു വ്യക്തിക്കും 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളില്ലാത്തും ചിലതൊക്കെ മറന്നു പോയാലും കുറേയേറെ കാര്യങ്ങളൊക്കെ ഓർമ്മ കാണും. ആ ഓർമ്മയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മളൊന്ന് റിവൈസ് ചെയ്തെടുത്താൽ തന്നെ ആ മറന്നു പോയതിനെല്ലാം ബാക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. അങ്ങനെ ഈസി ആയിട്ടും വളരെ വേഗം സമയം കുറച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് നമുക്ക് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മുടെ പരീക്ഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ജനറൽ സയൻസ്. വളരെ ഈസി ആയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മാത്സും റീസണിങ്ങും വരുന്നത്. ഇത് രണ്ടിനെയും നമുക്ക് ഒരേ വള്ളത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും.
മാത്സും റീസണിങ്ങും രണ്ടും നല്ല റിലേറ്റഡ് ആയിട്ടുള്ള 2 ടോപ്പിക്സാണ്. അപ്പം നമുക്ക് കവർ ചെയ്യാൻ 3 ടോപ്പിക്കേ ഉള്ളൂ. 3 ടോപ്പിക്കിൻ്റെ മാർക്ക് പക്ഷേ 85% ആണ്. അങ്ങനെ നോക്കുമ്പോൾ 3 ടോപ്പിക്കും 3 പ്രാധാന്യം അല്ലെങ്കിൽ 3 രീതിയിൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ തന്നെ മാത്സ് എന്ന് പറഞ്ഞത് എങ്ങനെ നമ്മൾ കവർ ചെയ്യും, മാത്സ് എന്ന് പറഞ്ഞ ആളെ എങ്ങനെ കവർ ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോന്നാണ് അവരവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, പഠിക്കാനായാലും എന്തിന് തന്നെയായാലും. അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസത്തിൽ നിങ്ങൾ പഠിക്കാൻ, നമുക്കറിയാം നമുക്ക് പല മൂഡുകളിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സമയം കാണും, ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ കുറഞ്ഞ സമയം കാണും, അപ്പോൾ ചിലപ്പോൾ വിഷമമുള്ള സമയം കാണും. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് ഒരു ദിവസം നമുക്ക് കടന്നു പോകുന്നത്. അപ്പം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ഒരു ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയം, ആ സമയം നിങ്ങളുടെ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ച് കംപ്ലീറ്റ് ആക്കുക, അല്ലേ? ഇത്രയേ ഉള്ളൂ ജോലി. അപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള പോർഷൻ ഇതിനകത്ത് ഏതാണോ അത് ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങ് നമ്മുടെ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും, കാരണം പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ എപ്പോഴെങ്കിലും ഒരു സമയം, ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ അയാളുടെ മോട്ടിവേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ പറ്റും. ആ സമയം നിങ്ങളുടെ ഏറ്റവും ടഫ് പോർഷൻസ് എടുക്കുക, കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ സബ്ജക്ട്സിനും ഇത്ര മണിക്കൂറുകൾ നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം ടെക്നിക്കൽ പോർഷൻസും അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ പോർഷൻസും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം നമ്മൾ നോൺ ടെക്നിക്കൽ പോർഷൻസിൽ നിന്നുള്ള ഫസ്റ്റ് CBT കഴിഞ്ഞാൽ നെക്സ്റ്റ് CBT 2 വരുന്നത് വളരെ വേഗത്തിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ CBT 2 ടെക്നിക്കൽ പോർഷൻസ് നമുക്ക് കവർ ചെയ്യാൻ സമയം കുറവായിട്ട് വരും. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ടെക്നിക്കൽ പോർഷൻസും നോൺ ടെക്നിക്കൽ പോർഷൻസും കൊണ്ടുപോവുക. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക, നോൺ ടെക്നിക്കലിന് സമയം കൂടുതൽ, ടെക്നിക്കലിനെ കാട്ടിയും കൊടുക്കുക. ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അവസാന നിമിഷം നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് CBT 1 കഴിയുമ്പോൾ ഫുൾ നിങ്ങൾ എന്തിൽ മാത്രമാവുക, ടെക്നിക്കൽ പോർഷൻസിൽ മാത്രമായി നമ്മുടെ CBT 2 പാസ്സാവുക, അച്ചീവ് ചെയ്യുക രണ്ടാമത്തതും. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ സ്ട്രാറ്റജി. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മാത്സ് എന്ന് പറഞ്ഞ 30 ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അപ്പം അതിൽ തന്നെ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ, ഏതൊരു വലിയ ജോലിയും നമുക്ക് എളുപ്പമാക്കാം. എങ്ങനെ എളുപ്പമാക്കുന്നത്, ആ ജോലിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഒരു വലിയ ജോലിയാണ്, ആ വലിയ ടാസ്കിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റപ്പ് ചെയ്ത് കൊച്ചു ടാസ്കുകളാക്കി നോക്കേ. അപ്പം നിങ്ങൾക്കത് ഈസി ആയിട്ട് തോന്നും. അതിന് നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് വിളിക്കും. അതായത് ജോലിയെ എന്താക്കി മാറ്റുക, ഡിവിഷൻ ചെയ്യുക. അപ്പം നമുക്ക് ഈസി ആയിട്ടത് ജോലി തീർക്കാൻ പറ്റും. അപ്പോൾ അത് കണക്ക് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പം കീറി മുറിച്ച് പരിശോധിക്കുക. ഇപ്പം തന്നെ ഇതിനകത്ത് നോക്കിയാൽ മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, GA ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ വ്യക്തമാക്കി GA എന്ന് പറഞ്ഞതിന് അല്പം ഒന്ന് പ്രാധാന്യം കുറച്ച് കൊടുക്കും, എന്നാൽ മറ്റു 3 ടോപ്പിക്സിന് ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കും. എന്നാൽ GA ഒഴിവാക്കണമെന്നല്ല, GAയും പഠിക്കണം. പക്ഷേ മാർക്ക് 15 സ്കോർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റു 3 ടോപ്പിക്സിന് വളരെ പ്രാധാന്യം കൂടുതൽ കൊടുത്തിട്ട് GAക്ക് അല്പം ഒന്ന് പ്രാധാന്യം കുറയ്ക്കാം എന്നും പറഞ്ഞ് പൂർണ്ണമായിട്ടും കുറയ്ക്കരുത്. കാരണം അവിടെ നിന്ന് കിട്ടുന്ന 7 8 മാർക്കായാലും അതും നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. കാരണം റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് പല ഫാക്ടേഴ്സാണ്, അല്ലേ? ഇനി ഇവിടെ മാത്സിൽ തന്നെ നമ്മളിപ്പോൾ കീറി മുറിച്ചു, അല്ലേ? വലിയ ടോപ്പിക്സ് ആയിരുന്നു നോൺ ടെക്നിക്കൽ, അതിനെ കീറി മുറിച്ചപ്പം ഇത്രയേ ഉള്ളൂ, 4 എണ്ണേ ഉള്ളൂ. 4 തന്നെ ഇപ്പം നമുക്ക് വ്യക്തമായി 3 എണ്ണമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ 3 എണ്ണത്തിൽ തന്നെ ആദ്യം മാത്സിന് എടുക്കുന്നു. മാത്സിന് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആർക്ക് എന്നുള്ള ചോദ്യം വരും. അപ്പം നമ്മൾ അവിടെ ഉത്തരം കണ്ടെത്തുന്നു. അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കഴിഞ്ഞ പ്രാവശ്യ എക്സാംസിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതും ഇനി വരാൻ ചാൻസ് കൂടുതലുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള സെക്ഷൻ തന്നെയാണ് ഏതെന്ന് പറയുന്നത്, ആൽജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൽജിബ്ര. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മളെ ഡെസിമലും ഫ്രാക്ഷനും. നല്ല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൊരു പോർഷനാണ് ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞത്. നല്ല വെയിറ്റേജ് കൂടുതലാണ് ഇവരൊക്കെ. നമുക്ക് 10 മുതൽ 15% വരുന്ന ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ മൂന്നാമത് വരുന്നത് ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസും കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഒരു പോർഷൻ ആൽജിബ്രയും കഴിഞ്ഞാൽ ജോമെട്രി എന്ന് പറഞ്ഞൊരു പോർഷനാണ്. കണ്ട, അപ്പോൾ ഈ പോർഷൻസ് തന്നെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞത് നിസ്സാരമാക്കി ഇത്രയും പറഞ്ഞില്ലേ. ഇനി ഇതുപോലെ തന്നെയാണ് റീസണിങ്ങിലും ഇതേപോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്? കോഡിംഗ്, ഡീകോഡിംഗ്, അനലറ്റിക്കൽ റെസൊല്യൂഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളെയും ഓരോന്നിനെയും എഴുതി അവരെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഡിവിഷൻ ഓഫ് ലേബർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ജോലിയെ എന്താക്കി മാറ്റുക, ഡിവിഷൻ ചെയ്ത് പഠിക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ബുദ്ധിപരമായി ഇൻ്റലിജൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. എല്ലാം കൂടെ കിടന്ന് സിലബസിൽ ഇല്ലാത്തതൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല. സിലബസിൽ ഉള്ളത് തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇൻ്റലിജൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഈസിയാണ്.
അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതാണ് നമുക്ക് പഠിക്കേണ്ടത്? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അഭിപ്രായം. ഇനി രണ്ടാമത് പറഞ്ഞു തരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇത്രയാണ് ഫസ്റ്റത്തെ കാര്യം, എല്ലാത്തിനെയും ഡിവിഷൻ ചെയ്ത് പഠിക്കുക. രണ്ടാമത് എന്തൊക്കെ റിസോഴ്സസുകളെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരണം. നമുക്ക് ഒന്നാമത്തെ കാര്യം, ഈ റിസോഴ്സസുകൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം ഇതിനകത്തുണ്ട്. ഇഷ്ടംപോലെ റിസോഴ്സസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടായാലും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്താണ് റിസോഴ്സസ് അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, ഫിസിക്കലായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതിൽ തന്നെ നമ്മൾ മാത്സിന് നോക്കുമ്പോൾ മാത്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഈ മാത്സിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ RS അഗർവാൾ അല്ലേ, ഇയാളുടെ ബുക്ക്, അദ്ദേഹത്തിൻ്റെ ബുക്ക് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് ഈ ഒരു കാര്യം പഠിക്കുന്നതിലേക്ക്. പിന്നെ വരുന്ന അടുത്തതാണ് അരിഹന്ത് പബ്ലിക്കേഷൻ. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ നോൺ ടെക്നിക്കൽ പോർഷൻസ് കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട് വരുന്ന ഒരു പബ്ലിക്കേഷനാണ് അരിഹന്ത് പബ്ലിക്കേഷൻ. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പോർഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത്. പിന്നെ വരുന്നതാണ് നമ്മളെ റീസണിങ് പഠിക്കാനും RS അഗർവാളിൻ്റെ പബ്ലിക്കേഷൻസ് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള പബ്ലിക്കേഷൻസ് ആണ്. അരിഹന്തിൻ്റെയും അതിൻ്റെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസിൽ നിങ്ങൾ മറക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും മറക്കരുത് എന്ന് പറയാൻ പറ്റുന്ന ഒരു പബ്ലിക്കേഷനാണ് ലൂസെൻ്റ് പബ്ലിക്കേഷൻ. അപ്പം ജനറൽ സയൻസിൻ്റെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ആളാരാണ്? ലൂസെൻ്റിൻ്റെ പബ്ലിക്കേഷൻസ്. ഓക്കെ, ഇത് നമ്മുടെ ജനറൽ സയൻസിനാണ്. ഇനി ഇതിനേക്കാൾ ഏറെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ പറഞ്ഞു NCERT ടെക്സ്റ്റ് 10th ക്ലാസ് വരെ ഉള്ളത് നമ്മൾ കവർ ചെയ്യുക. മൊത്തം ഒന്ന് വായിച്ചു, കാരണം എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്, നിങ്ങളൊന്ന് മറന്നുപോയി എന്ന് മാത്രം. അതൊന്ന് റിവൈസ് ചെയ്യുക. ചിലതൊക്കെ നമുക്ക് കൺഫ്യൂഷനായിട്ട് വരുന്നതൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കറക്റ്റാക്കി ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൂസെൻ്റ് പബ്ലിക്കേഷൻ നമ്മൾ മറക്കരുത്. ഏതിനകത്താണ്? നമ്മുടെ ഈ പറഞ്ഞ സയൻസിനകത്ത്. അഗർവാളും അരിഹന്തും നമ്മൾ മറക്കരുത്. അതിനകത്ത് മാത്സിനകത്തും റീസണിങ്ങിനകത്തും അല്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ജനറൽ അവയർനെസ്സിനകത്താണെങ്കിലോ GAക്ക് നമുക്ക് പഠിക്കണമെങ്കിലോ നമ്മൾ പറഞ്ഞു 15 മാർക്കേ ഉള്ളൂ. അത് പഠിക്കണമെങ്കിലോ അതിനൊരു പബ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ഉപകാർ പബ്ലിക്കേഷൻസ്, അവരുടെ ബുക്കുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രതിയോഗ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്ക് നമ്മൾ എന്ത് ചെയ്യുക, കവറപ്പ് ചെയ്യുക. ആ പബ്ലിക്കേഷൻസ് കവർ ചെയ്യുമ്പോൾ ജനറൽ അവയർനെസ്സും നമുക്ക് സാധ്യമായിട്ട് കിട്ടും. അങ്ങനെ റഫറൻസ് ബുക്കുകളും അതുപോലെ തന്നെ ക്ലാസ്സസുകളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ നമ്മുടെ ഈ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യേണ്ടത്. അപ്പം മാത്സിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെഫർ ചെയ്യേണ്ട ബുക്ക് പറഞ്ഞു, റീസണിങ്ങിൽ പറഞ്ഞു, അത് കണക്ക് തന്നെ സയൻസിൽ പറഞ്ഞു, ജനറൽ അവയർനെസ്സിൽ നമ്മൾ പറഞ്ഞു. മറക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മറക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ ബുക്കുകളും നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ആ ബുക്കുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ജോലി എന്താണ്? ഈ ബുക്കുകളിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക. കാരണം പ്രാക്ടീസാണ് നമ്മുടെ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. മേക്ക് ഇറ്റ് പ്രാക്ടീസ്. നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇന്ന് അടുക്കളയിൽ കയറുന്നു, നാളെ അടുക്കളയിൽ കയറുന്നു, മറ്റന്നാളും അടുക്കളയിൽ കയറുന്നു, 10 ദിവസം അടുക്കളയിൽ അടുപ്പിച്ച് കയറുമ്പോഴത്തേക്കും നമുക്ക് എന്താ സംഭവിക്കുന്നത്? ആ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്താവും, ഈസി ആയിട്ട് കവറാവും. അത് കണക്ക് തന്നെയാണ് നമ്മളത് ഇന്ന് പഠിപ്പിക്കുന്നു, നാളെ പഠിപ്പിക്കുന്നു, അടുത്ത ദിവസം പഠിപ്പിക്കുന്നു, 10 ദിവസം പഠിപ്പിക്കുന്നു, അപ്പോഴത്തേക്ക് അത് കവറാവും. ഇന്ന് പഠിക്കുന്നു, നാളെ പഠിക്കുന്നു, അങ്ങനെ പഠിച്ചു പോകുന്നു, 10 ദിവസം പഠിക്കുമ്പോഴത്തേക്ക് അത് പഠിക്കുന്നു. ഇന്ന് കളിക്കുന്നു ഫുട്ബോൾ, അടുത്ത ദിവസം ഫുട്ബോൾ കളിക്കുന്നു, അതിൻ്റെ അടുത്ത ദിവസം കളിക്കുന്നു, 10 ദിവസം പഠിക്കുന്നു, പിന്നെയും കളിക്കുന്നു, അപ്പോൾ അത് കവറാവും. അങ്ങനെ എല്ലാ ജോലികളിലും, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, അവർ ചെയ്യുന്ന ഓരോ ജോലികളിലും നിങ്ങൾ എത്രമാത്രം സ്കിൽഡ് ആവുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രാക്ടീസിനെ അനുസരിച്ചിരിക്കും. അപ്പം നിങ്ങൾ എന്തിനാണ് സ്വപ്നം കാണുന്നത്? നിങ്ങളുടെ ഡ്രീം ജോബ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് നമ്മൾ അടുപ്പിച്ച് ചെയ്യേണ്ടത് എന്താണ്? ഈ പറഞ്ഞ ജോലിയാണ്. അപ്പം നിങ്ങൾ അതിനകത്ത് മാസ്റ്റർ ആവുന്നു. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഡ്രീം ജോബിലേക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുക എന്ന് പറഞ്ഞ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ആവുന്നു, മോക്ക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നു, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കണ്ടുപിടിക്കുന്നു, ഡിവിഷൻ ഓഫ് ലേബർ ചെയ്യുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. റെഫറൻസുകൾ തേടുന്നു, നമ്മളെ റിസോഴ്സസുകൾ ഉപയോഗിക്കുന്നു, എല്ലാ കാര്യങ്ങളും കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കുന്നു. ഇനി അടുത്ത ലാസ്റ്റ് ഫാക്ടറായിട്ട് നമുക്ക് പറയാനുള്ളത് ഇൻ്റലിജൻ്റ് ആയിട്ട് എങ്ങനെ നമ്മളെ പരീക്ഷയെ അപ്രോച്ച് ചെയ്യും. നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ഒരു ടെക്നിക്കൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ നമ്മുടെ 10th വരെയുള്ള മാത്സ് ആയാലും റീസണിങ് ആയാലും സയൻസ് ആയാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് എല്ലാത്തിൻ്റെ ആൻസർ എടുക്കാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 85 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ കണ്ടുപിടിക്കാനുള്ള സമയം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഈ 85 ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യും, അത് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. 85 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിലപ്പോൾ 90% ആസ്പിരൻസും കണ്ടുപിടിക്കും, 90% ആൾക്കാരും കണ്ടുപിടിക്കും. പക്ഷേ കണ്ടുപിടിക്കാൻ ഓരോരുത്തരും എടുക്കുന്ന സമയം അത് വ്യത്യാസമാണ്. അപ്പം ആ സമയത്തിനെയാണ് അവരൊരു കോമ്പറ്റേറ്റീവ് എക്സാമായിട്ട് കൊടുത്ത് 90 മിനിറ്റ്സ് കൊടുത്തിരിക്കുന്നത്.
അല്ലേ? 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ 90 മിനിറ്റ്സ് കൊടുത്തിരിക്കുന്നു. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് പോലും ഇല്ല എന്നുള്ളത് സാരം. അങ്ങനെ വരുമ്പോൾ ആ നിശ്ചിത സമയത്തിനുള്ളിൽ ആരാണോ തീർക്കുന്നത് അവരല്ലേ വിജയി, അവരല്ലേ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ സെലക്റ്റീവ് ആവുന്നത്, അതല്ലേ സെലക്റ്റീവ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രൈറ്റീരിയല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വളരെ വേഗത്തിൽ നമ്മൾ ചെയ്യുന്നു, സ്പീഡ് ആൻഡ് ആക്യുറസി. സ്പീഡിൽ ചെയ്യുക എന്ന് പറയുന്നത് മാത്രമല്ല, ആക്യുറസിയോടെ കിട്ടുക എന്ന് പറയുന്നതും അതിനകത്തെ കാര്യമാണ്. അപ്പം വളരെ വേഗത്തിൽ ചെയ്യുക, ശരിയായി തന്നെ കിട്ടുക, തെറ്റാതെ ശരിയായി തന്നെ കിട്ടുക. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കുക, സ്പീഡ് ആൻഡ് ആക്യുറസി. അത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസിലൂടെ എല്ലാം കിട്ടും. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, നമ്മൾ ക്ലാസ്സുകൾ പഠിക്കുക, പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ശരിയാണെന്ന് ഉറപ്പുവരുത്തുക, സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അന്നത്തെ ദിവസം സുഖമായി ഉറങ്ങി അടുത്ത ദിവസം അടുത്ത പോർഷൻസ് എടുക്കുക, റിവിഷൻ ചെയ്യുക, വീണ്ടും മുന്നോട്ട് പോവുക. അങ്ങനെ പരീക്ഷ വരെ നമ്മളൊരു കറക്റ്റ് ഒരു പ്ലാൻ വെച്ച് തന്നെ പഠിക്കുക. എങ്കിൽ ഉറപ്പായിട്ടും നമുക്കിത് നേടാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, സമയത്തിനനുസരിച്ച് ചെയ്യുന്നവരും കാണും. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള നമ്മുടെ തീരുമാനം അത് നമ്മളെ നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും കൊണ്ടുപോകും. അതായത് ഒരു ക്വസ്റ്റ്യൻ നമുക്കത് അറിയാം, ഡൗട്ടുണ്ട്. ഇതേ ഡൗട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഒരു 100 സ്റ്റുഡൻസിനും, അല്ലെങ്കിൽ 1000 സ്റ്റുഡൻസ് എഴുതുന്ന ആ ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്ന 1000 സ്റ്റുഡൻസിന് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡൗട്ടായിരിക്കും. ആ ഡൗട്ട് വരുന്നതിൽ നിന്നും ഒരു 400 പേര് ആ ക്വസ്റ്റ്യൻ എഴുതി. ആ എഴുതിയ 400 പേർക്ക് തെറ്റായിപ്പോയി. ആ ക്വസ്റ്റ്യൻ അവർക്ക് ഡൗട്ടായിരുന്നു ഒരു ആൻസറിൽ. ആ ഡൗട്ടായ 1000 പേരുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ, ആ ആൻസറിൽ ഡൗട്ടായ 1000 പേരുണ്ടായിരുന്നു ആ ഓപ്ഷനിൽ. പക്ഷേ അതിൽ 400 പേര് അത് എഴുതി, ഡൗട്ട് ഉറപ്പിക്കാൻ വേണ്ടി എഴുതി. പക്ഷേ 400 പേർക്ക് തെറ്റിപ്പോയി. ഈ 400 പേർക്ക് 1/3 മാർക്ക് കുറഞ്ഞില്ലേ? അതാണ് ഇവിടുത്തെ ഫാക്ടർ. അപ്പം ബാക്കി 600 പേര് എഴുതി തെറ്റിച്ചില്ല എന്നുള്ളത് അവരുടെ വിജയമായിട്ട് നമുക്ക് കണക്കൂട്ടാം. അത് അടുത്ത ഫാക്ടർ. ഒരു ക്വസ്റ്റ്യൻ എഴുതണോ വേണ്ടയോ എന്നുള്ളത് നമ്മളെ ഡിസിഷൻ. ആ ഡിസിഷൻ റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറും. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന എക്സാംസുകളാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ്. അതിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വളരെ കറക്റ്റ് ആയിരിക്കണം. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രീം ജോബ്, നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആ പൊസിഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോടുകൂടി തന്നെ പ്ലാനോടുകൂടി തന്നെ ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഈ ഇത്രയും കൺസെപ്റ്റുകളും ഈ ക്ലാസ്സുകളും പിന്നെ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞതിന് മാത്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. ഷോർട്ട് കട്ട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് മാത്സിൽ. അപ്പം എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ബേസിക്സ് ഉൾപ്പെടെ നമ്മൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഷോർട്ട് കട്ടിൽ ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി ആ ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കുക എന്നുള്ളതും നമുക്കിതിനകത്തെ ഫാക്ടേഴ്സാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കൺസെപ്റ്റുകളും ഈ ഷോർട്ട് കട്ട്സുകളും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി റെഫറൻസ് ബുക്കുകളെ എല്ലാം ആസ്പദമാക്കിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പം നോൺ ടെക്നിക്കൽ പോർഷൻസും അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള പോർഷൻസും നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ എല്ലാ പോർഷൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പാക്കേജ് വരെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ആവശ്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കുക, അടിപൊളിയായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക, മാർക്ക് നേടുക, റാങ്ക് നേടുക, ജോലി നേടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. Amaze Academy. Call 8281741894.